ഹലോ, എല്ലാവർക്കും ഡിഎസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായി ഒരു ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ഇത് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അധികം മസാലയും എരിവൊന്നും ഇല്ലാത്ത വിധത്തിലാണ് നമ്മൾ ഇന്ന് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോയാലോ. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായാലും എടുത്താൽ മതി, നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് ചെയ്യാം. അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 ടീസ്പൂണോളം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കശ്മീരി ചില്ലിയാണ്. പിന്നെ ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തി ഒരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടി കൊടുക്കുന്നത്. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാലയെല്ലാം നല്ലതുപോലെ ചിക്കനിൽ പിടിച്ചു വരട്ടെ. ഇത് 10 മിനിറ്റ് ഒന്ന് കഴിയട്ടെ. ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു പാനാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മളിത് ബട്ടറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഉരുകി വരട്ടെ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ വെച്ച് കൊടുക്കാം. ബട്ടറെല്ലാം ഉരുകി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുന്നത്. ആ സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഒരു ഭാഗമായതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പം ഞാനിത് മറ്റേ ഭാഗം കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് അധികം കരിഞ്ഞു പോകാതെ നോക്കണം. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇതുപോലെ തിരിച്ചും മറിച്ചും ചെയ്തു കൊടുത്താൽ മതി. ചിക്കൻ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞ് തിരിച്ച് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഒരു 3 വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗമായതിനു ശേഷം മാത്രമാണ് നമ്മളത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. അതങ്ങനെ ചെയ്തെടുക്കാം. ഇങ്ങനെ വെളുത്തുള്ളി ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റ് എല്ലാം ഇറങ്ങി നല്ലൊരു ടേസ്റ്റാണ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾ എല്ലാവരും ഒരു തവണ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.